അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് പങ്കാളിത്ത പ്രമാണം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു പാർട്ണർഷിപ്പ് ഒരു എഗ്രിമെന്റിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. അതായത് ഒരു പങ്കാളിത്ത സ്ഥാപനത്തിൽ എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. എഗ്രിമെന്റ് വാക്കാലുള്ളതോ എഴുതപ്പെട്ടതോ ആകാം. എഴുതപ്പെട്ട എഗ്രിമെന്റിനെയാണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. എന്താണ് പാർട്ണർഷിപ്പ് ഡീഡ്? പാർട്ണർഷിപ്പ് ഡീഡ് ഈസ് എ റിട്ടൺ പാർട്ണർഷിപ്പ് അഗ്രിമെന്റ്. എഴുതപ്പെട്ട പങ്കാളിത്ത കരാറാണ് പാർട്ണർഷിപ്പ് ഡീഡ്. എഴുതപ്പെട്ട പങ്കാളിത്ത കരാറാണ് പാർട്ണർഷിപ്പ് ഡീഡ്. പങ്കാളിത്ത സ്ഥാപനം ഭരിക്കുന്നതിനുള്ള നിയമങ്ങളും നിബന്ധനകളുമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഒരു പാർട്ണർഷിപ്പ് ഡീഡിൽ ഉൾപ്പെടുന്നത് സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള നിയമങ്ങളും അതുപോലെ തന്നെ നിബന്ധനകളും ആണ്. അതുകൊണ്ട് തന്നെ പങ്കാളികളാൽ അംഗീകരിച്ച പങ്കാളിത്ത നിബന്ധനകൾ ഉൾപ്പെടുന്ന ഒരു പ്രമാണമാണ് പാർട്ണർഷിപ്പ് ഡീഡ്. എന്താണ് പാർട്ണർഷിപ്പ് ഡീഡ്? പങ്കാളികളാൽ അംഗീകരിച്ച പങ്കാളിത്ത നിബന്ധനകൾ ഉൾപ്പെടുന്ന ഒരു പ്രമാണമാണ് പാർട്ണർഷിപ്പ് ഡീഡ്. ഈ പാർട്ണർഷിപ്പ് ഡീഡിനെ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ് എന്നുകൂടി പറയാറുണ്ട്. പാർട്ണർഷിപ്പ് ഡീഡിന്റെ മറ്റൊരു പേരാണ് ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ്. എന്താണ് പാർട്ണർഷിപ്പ് ഡീഡ് കൊണ്ടുള്ള ഗുണങ്ങൾ? അഡ്വാൻറ്റേജസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. ഒന്നാമത്തെ ഗുണം നോക്കുക. It helps to avoid any misunderstanding among partners in future. ഭാവിയിൽ പങ്കാളികൾക്കിടയിലുള്ള തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ റിട്ടേൺ എഗ്രിമെന്റ് അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡ് നമ്മളെ സഹായിക്കുന്നു. ഭാവിയിൽ പങ്കാളികൾക്കിടയിലുള്ള തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ ഇത് സഹായിക്കുന്നു. 2. പങ്കാളികളെ അവരുടെ ചുമതലകളും ബാധ്യതകളെയും കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ഇത് സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ടു റിമൈൻഡ് ദി പാർട്ട്നേഴ്സ് അബൌട്ട് ദെയർ ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ്. പങ്കാളികളെ അവരുടെ ചുമതലകളും ബാധ്യതകളെയും കുറിച്ച് ഓർമ്മപ്പെടുത്താൻ പാർട്ണർഷിപ്പ് ഡീഡ് സഹായിക്കുന്നു. 3. ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ഹെൽത്തി അറ്റ്മോസ്ഫിയർ ടു ക്യാരി ഓൺ ബിസിനസ് സ്മൂത്ത്ലി. സുഗമമായി വ്യാപാര സ്ഥാപനം നടത്തുന്നതിന് ആരോഗ്യകരമായ അന്തരീക്ഷം നിലനിർത്താൻ ഇത് സഹായിക്കുന്നു. സുഗമമായി ബിസിനസ് സ്ഥാപനം നടത്തുന്നതിന് ആരോഗ്യകരമായ അന്തരീക്ഷം നിലനിർത്താൻ അല്ലെങ്കിൽ തയ്യാറാക്കാൻ ഇത് സഹായിക്കുന്നു. ഇതുപോലെയുള്ള ഗുണങ്ങൾ പാർട്ണർഷിപ്പ് ഡീഡിനുണ്ട്. പങ്കാളിത്ത പ്രമാണത്തിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്ന് പറയുന്നത്, 1, ഭാവിയിൽ പങ്കാളികൾക്കിടയിൽ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ ഇത് സഹായിക്കും. അതുപോലെ പങ്കാളികൾക്ക് അവരുടെ ചുമതലകളെയും ബാധ്യതകളെയും കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ഇത് സഹായിക്കുന്നു. അതുപോലെ സുഗമമായി വ്യാപാര സ്ഥാപനം നടത്താനുള്ള ഒരു ആരോഗ്യകരമായ അന്തരീക്ഷം നിലനിർത്താൻ ഇത് സഹായിക്കുന്നു. അടുത്ത പോയിന്റ്, കണ്ടന്റ്സ് ഓഫ് ദ പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പ് ഡീഡിന്റെ ഉള്ളടക്കം, ഒരു പങ്കാളിത്ത പ്രമാണത്തിൽ ഉൾപ്പെടാവുന്ന കാര്യങ്ങൾ എന്തെല്ലാം? 1, നെയിം ഓഫ് ദ ഫേം. പങ്കാളിത്ത സ്ഥാപനത്തിന്റെ പേര്. പങ്കാളിത്ത സ്ഥാപനത്തിന്റെ പേര് പാർട്ണർഷിപ്പ് ഡീഡിൽ ഉൾപ്പെട്ടിരിക്കും. എല്ലാ പങ്കാളികളുടെയും പേരും അഡ്രസ്സും. ആ സ്ഥാപനത്തിലുള്ള പങ്കാളികളുടെ പേരും അഡ്രസ്സും. 3, പങ്കാളിത്ത സ്ഥാപനത്തിന്റെ സ്വഭാവവും സ്ഥലവും. നാച്ചർ ആൻഡ് പ്ലേസ് ഓഫ് ബിസിനസ്. 4, ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് പാർട്ണർഷിപ്പ്. ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് പാർട്ണർഷിപ്പ്. പങ്കാളിത്ത സ്ഥാപനം ആരംഭിക്കുന്ന തീയതി. പങ്കാളിത്ത സ്ഥാപനം ആരംഭിക്കുന്ന തീയതി ഏത്? ഏത് തീയതി മുതലാണ് പാർട്ണർഷിപ്പ് നിലവിൽ വന്നത്? അങ്ങനെ പങ്കാളിത്ത സ്ഥാപനം ആരംഭിക്കുന്ന തീയതി കാണിച്ചിരിക്കാം. ഡ്യൂറേഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഇഫ് എനി. പങ്കാളിത്ത സ്ഥാപനത്തിന്റെ കാലാവധി. പങ്കാളിത്ത സ്ഥാപനത്തിന്റെ കാലാവധി. അടുത്തത്, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ബൈ ദി പാർട്ട്നേഴ്സ്. പങ്കാളികളുടെ മൂലധന വിഹിതം.
ഓരോ പങ്കാളിയും പങ്കാളിത്ത സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്ന ക്യാപിറ്റൽ ഇവിടെ കാണിച്ചിരിക്കാം. അടുത്ത പോയിന്റ് 7. The amount which can be withdrawn by each partner. ഓരോ പങ്കാളിക്കും പിൻവലിക്കാൻ കഴിയുന്ന തുക. ഓരോ പങ്കാളിക്കും ഡ്രോയിങ് രൂപത്തിൽ പിൻവലിക്കാൻ സാധിക്കുന്ന തുക. റൂൾസ് റിഗാർഡിംഗ് ദ ഓപ്പറേഷൻസ് ഓഫ് ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് പ്രവർത്തനത്തെ സംബന്ധിക്കുന്ന ചട്ടങ്ങൾ അല്ലെങ്കിൽ നിബന്ധനകൾ. ബാങ്ക് അക്കൗണ്ട് പ്രവർത്തനത്തെ സംബന്ധിക്കുന്ന വ്യവസ്ഥകൾ. 9. ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ലാഭനഷ്ട വിഭജനം. പങ്കാളികൾക്കിടയിൽ സ്ഥാപനത്തിലുണ്ടാകുന്ന ലാഭം അല്ലെങ്കിൽ നഷ്ടം വീതിക്കുന്ന റേഷ്യോ ഏതാണ് എന്ന് ഇവിടെ പറഞ്ഞിരിക്കാം. 10. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, പാർട്ട്നേഴ്സ് ലോൺ എക്സെട്ര. മൂലധനം, ഡ്രോയിങ്, പാർട്ട്നേഴ്സ് ലോൺ മുതലായവയിന്മേലുള്ള പലിശ നിരക്ക്. ചിലപ്പോൾ പങ്കാളിത്ത സ്ഥാപനം ക്യാപിറ്റലിന്മേൽ പലിശ നൽകാം, ഡ്രോയിങ്ങിന്മേൽ പലിശ ചുമത്താം, അതുപോലെ തന്നെ പാർട്ട്നേഴ്സ് ലോണിന്മേൽ പലിശ നൽകാം. അത്തരം കേസുകളിൽ ഇത്തരം ഇനങ്ങളിന്മേലുള്ള പലിശ നിരക്ക് ഇവിടെ സൂചിപ്പിച്ചിരിക്കാം. 11. ദ റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് പാർട്ട്നേഴ്സ്. പങ്കാളികളുടെ അവകാശങ്ങൾ, ചുമതലകൾ, ബാധ്യതകൾ. ഓരോ സ്ഥാപനത്തിലുമുള്ള പങ്കാളികളുടെ അവകാശങ്ങൾ എന്താണ്, ചുമതലകൾ എന്താണ്, ബാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇവിടെ സൂചിപ്പിച്ചിരിക്കാം. 12. സാലറീസ്, കമ്മീഷൻ എക്സെട്ര ഓഫ് പാർട്ട്നേഴ്സ്. പങ്കാളികൾക്കുള്ള സാലറീസ്, കമ്മീഷൻ. ചില പങ്കാളിത്ത സ്ഥാപനത്തിൽ ചിലപ്പോൾ പങ്കാളികൾക്ക് സാലറി നൽകാം, അതുപോലെ തന്നെ കമ്മീഷൻ നൽകാം. ഇത്തരം സാലറിയോ കമ്മീഷനോ നൽകുന്നുവെങ്കിൽ ആ തുക ഇവിടെ കാണിച്ചിരിക്കാം. ഡീറ്റെയിൽസ് ഓഫ് ഡിവിഷൻ ഓഫ് വർക്ക് എമംഗ് പാർട്ട്നേഴ്സ്. 13. ഡീറ്റെയിൽസ് ഓഫ് ഡിവിഷൻ ഓഫ് വർക്ക് എമംഗ് ദി പാർട്ട്നേഴ്സ്. പങ്കാളികൾക്കിടയിലുള്ള തൊഴിൽ വിഭജന വിവരങ്ങൾ. പങ്കാളികൾക്കിടയിലുള്ള തൊഴിൽ വിഭജന വിവരങ്ങൾ. പാർട്ട്ണർഷിപ്പ് സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന വർക്കുകൾ പലതായി വിഭജിക്കുകയും ഓരോ ഭാഗവും ഓരോ പങ്കാളിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ തൊഴിൽ വിഭജനം നടക്കുന്നുവെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിരിക്കാം. 14. ദ അസർടൈൻമെന്റ് ഓഫ് ഗുഡ്വിൽ ഓൺ അഡ്മിഷൻ, റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ഒരു പങ്കാളിയുടെ പ്രവേശനം, റിട്ടയർമെന്റ്, മരണം എന്നീ സമയങ്ങളിൽ ഗുഡ്വിൽ കണക്കാക്കൽ. ഒരു പങ്കാളിയുടെ പ്രവേശനം, റിട്ടയർമെന്റ്, ഡെത്ത് ഈ അവസരങ്ങളിൽ ഗുഡ്വിൽ കണക്കാക്കൽ. 15. സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സ് ഓൺ റിട്ടയർമെന്റ് ഓർ ഡെത്ത് ഓഫ് പാർട്ട്ണർ. 15. സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സ് ഓൺ റിട്ടയർമെന്റ് ഓർ ഡെത്ത് ഓഫ് പാർട്ട്നേഴ്സ്. പങ്കാളികളുടെ റിട്ടയർമെന്റ്, ഡെത്ത് ഈ സമയങ്ങളിലുള്ള അക്കൗണ്ട് തീർപ്പാക്കൽ. പങ്കാളികളുടെ റിട്ടയർമെന്റ്, ഡെത്ത് ഇത്തരം അവസരങ്ങളിലുള്ള അക്കൗണ്ട് തീർപ്പാക്കൽ. 16. സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സ് ഓൺ ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം. പങ്കാളിത്ത സ്ഥാപനത്തിന്റെ പിരിച്ചുവിടൽ സമയത്തുള്ള അക്കൗണ്ട് തീർപ്പാക്കൽ. 17. മെത്തേഡ് ഓഫ് സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ് എമംഗ് പാർട്ട്നേഴ്സ്. പങ്കാളികൾക്കിടയിലുള്ള തർക്കങ്ങൾ തീർപ്പാക്കുന്നതിനുള്ള രീതികൾ. പങ്കാളികൾക്കിടയിലുള്ള തർക്കങ്ങൾ തീർക്കുന്നതിന്റെ രീതികൾ. മോഡ്സ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഓഫ് ഓഡിറ്റേഴ്സ്. ഓഡിറ്റേഴ്സിനെ നിയമിക്കുന്നതിന്റെ രീതികൾ. ഓഡിറ്റേഴ്സിനെ നിയമിക്കുന്ന രീതികൾ.